നിങ്ങള് കുടിക്കുന്നതും തിന്നുന്നതും ഒക്കെ വീഡിയോ ഇടുന്നുണ്ട്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വന്നോളൂ. നിങ്ങളെ കൊണ്ടൊക്കെ ജീവിക്കാൻ വയ്യാതാ കേട്ടോ. എനിക്ക് കോളയോട് ഇത്ര താല്പര്യം എന്താ? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, നല്ല താല്പര്യമുണ്ട്, നല്ല താല്പര്യമുണ്ട് കേട്ടോ. ഞാൻ ഡ്രിങ്ക്സ് അടിക്കാറില്ല, ഡ്രിങ്ക്സ് ഒന്നുമില്ല, അങ്ങനെ ബാഡ് ഹാബിറ്റ്സ് ഒന്നുമില്ല. സർവ്വമാന്യനാണ്. ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവേ, അതിനാൾ ജീവിക്കണം വലിയ ആഗ്രഹമൊന്നുമില്ല. അങ്ങനെ പറയരുതേ. ദൈവം എനിക്ക് സൗകര്യങ്ങളെ കൊണ്ടേ തന്നത് താങ്കളെപ്പോലുള്ളവരെ സഹായിക്കാനാണല്ലോ. ഞാൻ ഹെൽമെറ്റ് ഇടാതെ, കാരണം ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ തല വീണ് കൈയും കാലും ഒടിഞ്ഞു പോകാനാണ് കണ്ടുവരും. തലടിച്ച് വീണെങ്കിൽ അതോട് കഴിഞ്ഞുള്ളൂ. നിനക്ക് ഒടുക്കത്തെ ബുദ്ധിയാട്ടോ ഷെരീഫേ, ഇവനെ കണ്ടു പഠിച്ചു. അത്രയ്ക്കും ജീവിതത്തോട് മടുത്തു. നമുക്ക് കല്യാണിക്കാനുള്ള നിത്യമേനോട് എനിക്ക് വളരെ ഇഷ്ടമാണ്. നിത്യമേനോട് കല്യാണിക്കണം വലിയ ആഗ്രഹമുണ്ട്. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. നിങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം പ്രപ്പോസൽ ചെയ്തു, ഭയങ്കര വൈറലായല്ലോ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അവര് പ്ലാൻ ചെയ്താണ്, ഞാൻ പ്ലാൻ ചെയ്തല്ല. അവര് പ്ലാൻ ചെയ്താണ്, അവര് പ്ലാൻ ചെയ്താണ്, ഞാൻ പ്ലാൻ ചെയ്തില്ല. കോമഡി ഇല്ലാത്ത സീനിൽ വെറുതെ ചിരിക്കല്ലേ. അത് കുറച്ചുകൂടെ എടുത്തുകാട്ട് ഞാൻ കാണിച്ചു, കുറച്ച് അന്വേഷിക്കണമായിരുന്നു. എന്തായാലും കിട്ടുന്നതെല്ലാം കിട്ടി. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അണ്ണ അതിനകത്തൊരു വിഷമം തോന്നാറുണ്ടോ? അവര് അണ്ണ വെച്ച് കാശുണ്ടാക്കുന്നു എന്നുള്ള സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഇനി ഒരു ലേഡിയോട് അങ്ങനെ ഒരു പ്രണയമൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ടോ? അതൊക്കെ സാധ്യതയുണ്ട്. പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും മുളഞ്ഞിരിക്കത്തുള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എനക്ക് കുറച്ച് ധൃതിയുണ്ട്. പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം. വേണമെന്നില്ല. ശരി.